മറയൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തി കാട്ടാനക്കൂട്ടം. രണ്ടാഴ്ചക്കിടെ ഒരു ഗ്രാമത്തിൽ മാത്രം കാട്ടാനകൾ വരുത്തിയത് 60 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണെന്ന് കർഷകർ പറയുന്നു. കാന്തല്ലൂർ മേഖലയിലാണ് കാട്ടാനകൾ കൂടുതൽ നാശം വരുത്തിയിട്ടുള്ളത്. ഇവിടെ കർഷകരുടെ വെളുത്തുള്ളി കൃഷി കാട്ടാനകൾ പൂർണ്ണമായി തന്നെ നിലംപരിശാക്കി. പുത്തൂർ ഗ്രാമത്തിൽ മാത്രം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ 100-ലധികം കർഷകരുടെ വെളുത്തുള്ളി കൃഷിയാണ് കാട്ടാനകൾ നിലം പരിശാക്കിയത്. 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ മുടക്കി പല കർഷകരും കൃഷി ഇറക്കിയിരുന്നു. തമിഴ്നാട്ടിലെ വടുകുപെട്ടി, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നുമാണ് വെളുത്തുള്ളിയുടെ വിത്ത് കർഷകർ എത്തിക്കുന്നത്. 1 കിലോ വെളുത്തുള്ളി വിത്തിന് 250 രൂപ മുതൽ 320 രൂപ വരെയാണ് വില. ഇതിന് പുറമെ കൃഷി ഇറക്കാനും പരിപാലിക്കാനും വേറെയും തുക കണ്ടെത്തണം. ഓണവിപണി പ്രതീക്ഷിച്ച് നടത്തിയ കൃഷിയാണ് കാട്ടാനകൾ നാമാവശേഷമാക്കിയതെന്ന് കർഷകർ പറയുന്നു. ഇത് കൃഷി മാത്രം, ഞങ്ങൾക്ക് വേറെ ജോലിയേ അറിയില്ല. വേറെ മുതലാളികൾക്ക് പണമുണ്ട്, വെളിനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൃഷി വിട്ട് പണിയുന്നുണ്ട്. അവർക്കാണ് രാഷ്ട്രീയക്കാർ മൊത്തം, എല്ലാ രാഷ്ട്രീയക്കാരും അവർക്കാണ് സപ്പോർട്ട്. കൃഷിക്കാരെ തിരിഞ്ഞു നോക്കില്ല. ഇനി നാളെ ഓണച്ചന്ത മറന്നുണ്ട് പച്ചക്കറി മാളയിടാൻ വേണ്ടിയിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും രാഷ്ട്രീയക്കാരും ഒന്നിച്ച് പച്ചക്കറി ഉണ്ടോ വെളുത്തുള്ളി ഉണ്ടോ ഇന്ന് മേടിക്കാൻ വരും. അവർ ആ സമയം ഏത് പച്ചക്കറിയാണ് കിട്ടും. ആണയെ ഇവിടെ വന്ന് ഓടിച്ചു വിട്ട് എല്ലാം അതൊക്കെ ഒന്നും തിരിച്ചു പറയില്ല. പറയുടെ പറ്റി ഈ ഓണച്ചന്തയായിട്ട് കൃഷിക്കാരോ ഉദ്യോഗസ്ഥരെ വന്നാൽ ഇവിടെ നിന്ന് നാട് വിട്ട് വിരട്ടി അടിക്കും ഉദ്യോഗസ്ഥക്കാരെ. കൃഷി സ്ഥലത്ത് വന്ന് ആര് കൃഷി ഡിപ്പാർട്ട്മെൻറ്റോ ഫോറസ്റ്റ് ഡിപ്പാർട്ടോ വന്ന് നോക്കി എന്തെങ്കിലും ഒരു നടപടി ഒന്നും ഇനി ഇതുവരെയ്ക്ക് ചെയ്തിട്ടില്ല. ഇത്തവണ വെളുത്തുള്ളിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷ കർഷകർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും കടം വാങ്ങിയും മറ്റുമാണ് കൃഷി നടത്താനുള്ള തുക കണ്ടെത്തിയത്. ദിവസങ്ങളോളം പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം പാതി വളർച്ചയെത്തിയ വിളകൾ പൂർണ്ണമായും നശിപ്പിച്ചു. കൃഷി നശിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ.